ക്രിക്കറ്റ് ടോക്സ് ചിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. IPL ഇന്ന് രണ്ടാം മത്സരമാണ്. മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് വൈകിട്ട് 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുമ്പോൾ തീ പാറുമെന്ന കാര്യത്തിൽ ഒരു സംശയങ്ങളും വേണ്ട. നമുക്ക് ഈ വീഡിയോയിൽ പിച്ച് റിപ്പോർട്ട്, ടീം ന്യൂസ്, പോസിബിൾ 11, പിന്നെ നമ്മുടെ ഒരു പ്രഡിക്ഷനും കൂടി ഉണ്ടാകും. എന്നീ കാര്യം വിശദമായിട്ട് നോക്കാം. പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ വാങ്കഡെ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈവനിങ് മാച്ച് ആണ്, ഡ്യൂ വരാനുള്ള സാധ്യതയുണ്ട്. ബാറ്റിംഗ് സർഫേസ് ആവാനാണ് സാധ്യത. നമ്മൾ ഈ സെമി ഫൈനലൊക്കെ കണ്ടില്ല, ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഒരു വലിയ ടോട്ടൽ വരുന്ന മത്സരമായിരുന്നത്. അതുപോലത്തെ ഒരു പിച്ച് തന്നെയാണ് ഇന്നും വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ രണ്ട് ടീമിന്റെയും ടീം ന്യൂസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ വിദേശ നിര താരങ്ങൾ അതിശക്തമാണ്. ഷർഫേൻ റുദർഫോർഡ്, വിൽ ജാക്സ്, നമ്മുടെ ട്രെൻ ബോൾട്ട്, അല്ലാ ഗസൻഫർ, മിച്ചിൽ സെന്നർ, റയാൻ റിക്കിൾട്ടൺ, ക്വിന്റൺ ഡീകോക്ക് എന്നിവരൊക്കെ അടങ്ങുന്ന മികച്ച വിദേശ നിര താരങ്ങളുടെ മുംബൈ ഇന്ത്യൻസ്. പക്ഷെ കൊൽക്കത്തയുടെ കാര്യം അങ്ങനെയല്ല. കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഓപ്ഷനിൽ ഒരുപാട് ഗ്യാപ്പൊക്കെ ഫീൽ ചെയ്തു. പക്ഷേ മദീഷ പതിരായനക്ക് ഇഞ്ചുറിയാണ്, അദ്ദേഹം കളിക്കില്ല. മുസ്താഫിസൂറിനെ റിമൂവ് ചെയ്യേണ്ടത്, പകരം ബ്ലസ്സിംഗ് മുസറബാനെ കൊടുത്ത് മുസറബാനെ കളിക്കാനുള്ള നല്ല സാധ്യത കാണുന്ന IPL ഡെബ്യൂയുടെ സാധ്യതയുണ്ട്. പിന്നെ സുനിൽ നാരായൺ അവിടെയുണ്ട്. പിന്നെ അവർ ന്യൂസിലാൻഡ് ഫയർ പവറിന് എത്തിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫിൻ ആലനും ടീം സൈഫേർട്ടും പിന്നെ ക്യാമറോൺ ഗ്രീൻ എത്തിച്ചിട്ടുണ്ട്. റൗമൻ പവൽ ഓൾറെഡി അവിടെ ഉണ്ട്. ആ രണ്ട് ടീമും മികച്ച രീതിയിൽ തന്നെ ഇന്ന് ഇറങ്ങുന്ന ഒരു സംശയങ്ങളുണ്ട്. പിന്നെ അത് മാത്രമല്ല, മുംബൈയിൽ ഇന്ത്യൻ കോർ കൂടി നോക്കണം. രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, അങ്ങനെ അടങ്ങുന്ന നമാൻ ദീർ, അങ്ങനെ അടങ്ങുന്ന ബുംറ, അങ്ങനെ അടങ്ങുന്ന മികച്ച സ്ക്വാഡ് ഡെപ്ത് ഉള്ളൊരു ടീം മുംബൈ. കൊൽക്കത്തക്ക് ബൗളിംഗ് ഇഷ്യൂ ആണ്. ഹർഷിത് റാണക്കും നമ്മുടെ ആകാശ് ദീപും റൂൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അതൊരു തിരിച്ചടിയാണ് അവർക്ക്. പിന്നെ അവർക്ക് ഇന്ത്യൻ ബൗളറിൽ വൈഭവ് അറോറ അങ്ങനെയുള്ള പ്ലേയേഴ്സൊക്കെ അവർക്കുള്ളൂ. ഉമ്രാൻ മാലിക്കൊക്കെയാണ് അവരുടെ ഇന്ത്യൻ ബൗളേഴ്സ് ആയിട്ട്. അതൊക്കെ വെച്ചിട്ട് മുംബൈൻ്റെ ഡെപ്തിനെ എങ്ങനെ പിടിച്ചു നിൽക്കുന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ അവർക്ക് ഏക ആശ്വാസം എന്ന് പറഞ്ഞാൽ സുനിൽ നരൈൻ അവരുടെ ഓപ്പണേഴ്സിനെ തുടക്കത്തിൽ എടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സുനിൽ നരൈന് ഗ്രേറ്റ് റെക്കോർഡാണ് രോഹിത് ശർമ്മക്കെതിരെയും QDക്കെതിരെയും. അദ്ദേഹം രോഹിത് ശർമ്മനെ 26 ഇന്നിങ്സിന് 10 തവണ ഔട്ടാക്കിയിട്ടുണ്ട്. സ്ട്രൈക്ക് റേറ്റ് എത്ര അറിയോ? 106.77. ഡീകോക്കിനോ 6 തവണ അദ്ദേഹം ഔട്ടാക്കിയിട്ടുണ്ട് 15 ഇന്നിങ്സിൽ. അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് 91. അതാണ് ഞാൻ പറഞ്ഞത്. സുനിൽ നരൈന് ഈ രണ്ട് ഓപ്പണേഴ്സിന് മികച്ച റെക്കോർഡ് ഉണ്ട്. അത് എങ്ങനെയാണ് രഹാൻ യൂട്ടിലൈസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കണ്ടറിയണം. പിന്നെ ജസ്പ്രീത് ബുംറയുടെ എക്കണോമി എത്രയാണെന്നറിയോ? കഴിഞ്ഞ IPL മിഡിൽ ഓവേഴ്സിൽ 4.8, ഡെത്ത് ഓവറിൽ 7. അദ്ദേഹം എപ്പോഴും എന്താ പറയുക, അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എപ്പോഴും അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പൊ അവർക്ക് ഡെത്ത് ബോളിംഗ് ഒരു പ്രശ്നമുണ്ട്. കാരണം ബുംറ അല്ലാണ്ട് വേറെ ഡെത്ത് ബോളിംഗ് ഒന്നും അത്ര വെച്ചതല്ല. ഇപ്പൊ ട്രെൻ ബോൾട്ട്, ദീപക് ചഹർ ഇവരൊക്കെ റൺസ് നല്ലോണം ലീക്ക് ചെയ്യും. വിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ റൺസ് നല്ലോണം ലീക്ക് ചെയ്യും. പിന്നെ ഇപ്പൊ ഫിന്നലനാണ് ഈ നമ്മൾ T20 ഈ ഇയറിൽ ഏറ്റവും 6 അടിച്ച പ്ലെയർ ഫിന്നലാണ്. അതൊരു നല്ലൊരു ന്യൂസാണ് കൊൽക്കത്തയെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഫിന്നലെ കളിപ്പിക്കുന്ന സംശയങ്ങളുണ്ട് കേട്ടോ. കാരണം ഇത് ആരെ വിദേശിനെ കളിപ്പിക്കാൻ കഴിയുന്നുണ്ട്? 4 ആളെ കളിപ്പിക്കാൻ പറ്റൂ. പിന്നെ ഇപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. അതേപോലെ റയാൻ റിക്കിൾട്ടനും മുംബൈ കൊണ്ട് കളിക്കുന്ന സംശയമുണ്ട്. കാരണം ഡീകോക്ക് ഓൾറെഡി അവിടെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ബോൾട്ടിന്റെ കാര്യം, ബോൾട്ട് IPL 32 വിക്കറ്റുകളാണ് ഫസ്റ്റത്തെ ഓവറിൽ എടുത്തത്. അപ്പോൾ പവർ പ്ലേയിൽ ബോൾട്ടിനെ എങ്ങനെ ഒരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മറികടക്കുന്നവരനുസരിച്ച് സംശയങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ നമുക്കൊരു പോസിബിൾ 11ലേക്ക് വന്നു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസിന്റെ കാര്യം നമുക്ക് ആദ്യം നോക്കാം. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മ, നമ്പർ 2ൽ QDK ഓർ റയാൻ റിക്കിൾട്ടൺ, ഒരാൾ കളിക്കണം വിചാരിക്കുന്നത്. നമ്പർ 3ൽ തിലക് വർമ്മ വരും. നമ്പർ 4ൽ സൂര്യകുമാർ യാദവ്. നമ്പർ 5ൽ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആയിട്ടുണ്ടാകും. നമ്പർ 6 നമാൻ ദീർ. നമ്പർ 7 ഷർഫേൻ റുദർഫോർഡ് ഓർ വിൽ ജാക്സ്. നമ്പർ 8ൽ ദീപക് ചഹർ ഓർ ഷാർദുൽ താക്കൂർ. ഇതാണ് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത്. നമ്പർ 9ൽ അല്ലാ ഗസൻഫർ കളിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത്. അദ്ദേഹം ഡെബ്യൂവിന് സാധ്യത നല്ലോണം കൂടുതലാണ്. നമ്പർ 10ൽ ജസ്പ്രീത് ബുംറ. നമ്പർ 11ൽ അശ്വിനി കുമാർ. ഇമ്പാക്ട് പ്ലെയറായിട്ട് ട്രെൻ ബോൾട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇനിയിപ്പോ കൊൽക്കത്തയുടെ കാര്യത്തിൽ ഓപ്പണിംഗിൽ ഫിന്നലൻ ഓർ നമ്മുടെ ടീം സൈഫേർട്ട് ആൻഡ് അജിൻക്യ രഹാനെ. അതായത് ഫിന്നലൻ അല്ലെങ്കിൽ ടീം സൈഫേർട്ട് ഏതെങ്കിലും ഒരാളെ കളിപ്പിക്കാൻ പറ്റും. നമ്പർ 2ൽ അജിൻക്യ രഹാനെ ഉണ്ടാവും. നമ്പർ 3ൽ അൻഗ്രിഷ് രഘുവൻഷി. നമ്പർ 4ൽ ക്യാമറോൺ ഗ്രീൻ. നമ്പർ 5ൽ അനുകൂൽ റോയ് ഓർ മനീഷ് പാണ്ഡെ ഓർ രാഹുൽ ത്രിപാഠി. നമ്പർ 6ൽ റിങ്കു സിംഗ്. നമ്പർ 7ൽ രമൻദീപ് സിംഗ്. നമ്പർ 8ൽ സുനിൽ നരൈൻ. നമ്പർ 9ൽ വൈഭവ് അറോറ. നമ്പർ 10ൽ വരുൺ ചക്രവർത്തി.
നമ്പർ 11 ബ്ലെസ്സിങ് മുസർബാൻ, ഇമ്പാക്ടറായിട്ട് കാർത്തിക് ത്യാഗിയോ ഉമ്രാൻ മാലിക്കോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ മത്സരത്തിൽ പ്രഡിക്ഷൻ നമ്മുടെ അഭിപ്രായത്തിൽ മുംബൈ ഇന്ത്യൻസ് ജയിക്കുമെന്നാണ്. കൂടുതൽ വീഡിയോസുമായി വീണ്ടും എത്തുന്നതായിരിക്കും.